ജേക്കബ് മേരി ദമ്പതികളുടെ മകളായ USA എൽബ എന്ന് പറയുന്ന പെൺകുട്ടി ജനിക്കുകയാണ്. സ്കൂൾ ഘട്ട പഠിപ്പും കാര്യങ്ങളെല്ലാം ഇവളെ അവസാനിക്കുകയാണ്. പിന്നീട് ഇവർക്ക് 20 വയസ്സാകുന്നുണ്ട്. 20 വയസ്സായ ടൈമിൽ എറാമസ് എന്ന് പറയുന്ന ഇവളെയും കാട്ടി 10 വയസ്സ് മൂത്ത ഒരാളുമായി ഇവൾ സ്നേഹത്തിലാകുകയാണ്. ഈ കാര്യങ്ങളെല്ലാം വീട്ടിൽ പോയി പറയുകയാണ്. അപ്പോൾ ഇവളെ അമ്മയായ മേരി ഈ കാര്യങ്ങളെല്ലാം എതിർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൽബ ഈ കാര്യങ്ങളെല്ലാം നിഷേധിക്കുകയും പിന്നീട് എറാമസിൻ്റെ കൂടെ ഇറങ്ങിപ്പോവുകയും ചെയ്തു. വീട്ടുകാർ ഇവർ രണ്ടുപേരുമായിട്ട് യാതൊരു തരത്തിലുള്ള കോണ്ടാക്റ്റും കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ കൊണ്ട് തന്നെ കുറച്ച് കാലങ്ങളോളം ജീവിക്കുന്ന ടൈമിൽ തന്നെ ഇവരുടെ ദാമ്പത്യത്തിൽ ഇവൾ ഗർഭിണിയാകുന്നുണ്ട്. ഗർഭിണിയായ ഉടനെ തന്നെ ഇവൻ്റെ ഭർത്താവായ എറാമസ് പറയുകയാണ്, നമുക്ക് ഈ കാര്യങ്ങളെല്ലാം വീട്ടിൽ വിളിച്ച് പറഞ്ഞോലെ എൽബാന്ന്. അപ്പോൾ എൽബ ഈ കാര്യങ്ങളെല്ലാം നിഷേധിച്ചിട്ട് പറയുകയാണ്, നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പറയാമെന്ന് പറയുകയാണ്. അങ്ങനെ എൽബക്ക് 5 മാസമാകുന്നുണ്ട്. 5 മാസമായ ഉടനെയാണ് പിന്നീട് വീട്ടുകാരെ എല്ലാം വിളിച്ച് ഈ വിവരങ്ങൾ പറയുന്നത്. വിവരങ്ങൾ പറഞ്ഞതിന് ശേഷം പിന്നീട് ഇവർക്ക് ഡെലിവറി ടൈമും കാര്യങ്ങളെല്ലാം പിന്നീട് അടുത്ത് വരുന്നുണ്ടായിരുന്നു. ഈ മേരിയെ നോക്കിയാണെങ്കിൽ മേരിയുടെ ഏക കുട്ടിയാണ് എൽബ എന്ന് പറയുന്ന കുട്ടി. ഇവളെ ലാജിച്ചിട്ടായിരുന്നു ഇവർ വളർത്തിയിട്ടുണ്ടായിരുന്നത്. ഇതൊക്കെ കൊണ്ട് തന്നെ ധാരാളം സ്നേഹങ്ങളും കാര്യങ്ങളും എൽബയുടെ മേൽ മേരിക്ക് ഉണ്ടായിരുന്നു. ഇതൊക്കെ കൊണ്ട് തന്നെ ഇങ്ങനെ ഇവള് ഡെലിവറി ടൈമും കാര്യങ്ങളെല്ലാം ആയ ടൈമിൽ തന്നെ ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോയി ചെക്ക് ചെയ്യുന്ന ടൈമിലായിരുന്നു ഡോക്ടർ പറഞ്ഞത്, അതായത് പ്രഗ്നൻസീൻ്റെ അകത്ത് കുറച്ച് ക്രിട്ടിക്കലായ ഒരു സിറ്റുവേഷനാണ്. അഥവാ ജനിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒന്നെങ്കിൽ കുട്ടി മരണപ്പെട്ടു പോകും, അല്ലെങ്കിൽ ഇവളെ അമ്മക്ക് എന്തെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങൾ സംഭവിക്കുമെന്ന് പറയുകയാണ്. ഇതൊക്കെ കൊണ്ട് തന്നെ ക്രിട്ടിക്കലായ ഡെലിവറി ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ കെയർ ചെയ്യണമെന്ന് എറാമസിനോട് കാര്യങ്ങൾ വിവരിച്ച് പറയുകയാണ്. അങ്ങനെ എറാമസിൻ്റെ കാര്യം നോക്കിയാണ് കടയിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഏകദേശം രാത്രി 8-9 മണിയാകുമ്പോൾ കടയും അടച്ച് വരാറാണ് ഇവൻ്റെ പതിവ്. പിന്നീട് ഇവളെ ഡെലിവറി ടൈം ആകുന്ന ടൈമിന് തന്നെ എറാമസ് യാതൊരു തരത്തിലുള്ള പെട്ടെന്ന് കടയും അടച്ച് ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നില്ല. 1997 ഇവന് ഒരിക്കലും പെട്ടെന്ന് തന്നെ കട അടിച്ച് ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നില്ല. ധാരാളം തിരക്കും കാര്യങ്ങളും ഉള്ളത് കൊണ്ട് തന്നെ അവൻ്റെ കടയിൽ നിൽക്കുന്ന ഒരു ചെക്കനോട് പറയുകയാണ്, നീ വീട്ടിൽ പോയിട്ട് ഒന്ന് അന്വേഷിക്കുക, അവൾക്ക് ഡെലിവറി ടൈമും കാര്യങ്ങളും ആയതുകൊണ്ട് തന്നെ നീ വീട്ടിൽ പോയി ഒന്ന് അന്വേഷിക്കുക, എന്തെങ്കിലും സാധനം വേണമെങ്കിൽ നീ വാങ്ങിക്കൊടുത്തതിന് ശേഷം കടയിലോട്ട് വാങ്ങുമെന്ന് പറയുകയാണ്. ഇവൻ്റെ തൊട്ട് അയൽവാസിയായിരുന്നു എറാമസ് വിട്ട ആള്. ഇവൻ നേരെ വീട്ടിൽ പോയിട്ട് വിളിക്കുന്ന ടൈമിൽ അവിടെ ഒച്ചയും കാര്യങ്ങളൊന്നും കേൾക്കുന്നില്ല. വാതിൽ തള്ളി നോക്കുമ്പോൾ വാതിൽ തുറന്നു വന്നു. ഇവൻ അവിടെ നിന്ന് ഇവളെ വിളിക്കുകയാണ്. എൽബയെ വിളിച്ച് നോക്കുന്ന ടൈമിൽ യാതൊരു അനക്കോ കാര്യങ്ങളില്ല. അങ്ങനെ സ്റ്റെപ്പ് മേലോട്ട് കയറി നോക്കാൻ നിൽക്കുന്ന ടൈമിലാണ് ഇവൻ കണ്ടത് സ്റ്റെപ്പിൻ്റെ അടുത്ത് എൽബ വീണ് കിടക്കുന്നത്. കുറേ എൽബയെ വിളിച്ചു നോക്കുമ്പോൾ യാതൊരു തരത്തിലുള്ള അനക്കവും കാര്യങ്ങളില്ല. ഇവൻ പെട്ടെന്ന് തന്നെ പോയിട്ട് ഇവൻ്റെ അമ്മയുടെ അടുത്ത് ഈ കാര്യങ്ങളെല്ലാം പറയുകയാണ്. അമ്മ വേഗം വിളിച്ച് എറാമസിനോട് ഈ വിവരങ്ങൾ പറഞ്ഞു. അതുമാത്രമല്ല ഈ കാര്യം പെട്ടെന്ന് തന്നെ ഡോക്ടറിനെ വീട്ടിലോട്ട് വിളിച്ചു വരുത്തുകയാണ്. ഡോക്ടർ വരുന്നതിനും കാട്ടി മുമ്പേ തന്നെ എറാമസ് പെട്ടെന്ന് വീട്ടിലോട്ട് വന്ന് അവളെ കെട്ടിപ്പിടിച്ച് കരയുകയാണ്. അതുമാത്രമല്ല ഇവളെ ശവം അടക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ മുഴുവൻ ഇവൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇവൻ ഒറ്റക്കായിരുന്നു ചെയ്തത്. ഇവൾ ഒരുക്കിയതും അതുപോലെ തന്നെ ഇവൾ അടക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ മുഴുവൻ ചെയ്തത് ഇവൻ ഒറ്റക്കായിരുന്നു. ഡോക്ടർ വന്ന് ചെക്ക് ചെയ്തതിന് ശേഷം പറയുകയാണ്, അവൾക്ക് ഡെലിവറി ടൈമിലുണ്ടായിരുന്ന ചെറിയ പ്രോബ്ലം കാരണമാണ് മരണപ്പെട്ടത് എന്ന് പറയുകയാണ്. ഇവളെ അമ്മയെ ഈ കാര്യങ്ങൾ മുഴുവൻ തളർത്തിയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ കൊണ്ട് തന്നെ മേരി വീട്ടിൽ നിന്നും റൂമിൽ നിന്നും പുറത്തോട്ട് ഇറങ്ങാറുണ്ടായിരുന്നില്ല. പിന്നീട് ഒരു ദിവസം റൂമിൽ നിന്നും പുറത്തോട്ട് ഇറങ്ങിയാണ്. അപ്പോൾ ഇവളെ മേരിയുടെ ഹസ്ബൻഡ് പറയുകയാണ്, നീ ഓക്കെ അല്ലേ എന്ന് പറയും. ഞാൻ ഓക്കെയാണ് എന്ന് പറഞ്ഞ് ഭക്ഷണം കാര്യങ്ങളെല്ലാം കൊടുത്തതിന് ശേഷം ഇവൾ നേരെ പോയത് പോലീസ് സ്റ്റേഷനിലോട്ടാണ്. പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുകയാണ്. ഞാൻ എൻ്റെ മകളുടെ മരണത്തിന് ശേഷം ഡിപ്രഷനും കാര്യങ്ങളെല്ലാം അടിച്ചത് കൊണ്ട് തന്നെ ഞാൻ റൂമിൽ നിന്ന് പുറത്തിറങ്ങാറുണ്ടായിരുന്നില്ല. കുറേ കാലം ഞാൻ റൂമിൽ തന്നെ ആയിരുന്നു ജീവിച്ചത് എന്ന് പറയുകയാണ്. അപ്പോൾ ഞാൻ കുറച്ച് കാലത്ത് റൂമിൽ ജീവിക്കുന്ന ടൈമിൽ എൻ്റെ റൂമിൽ പെട്ടെന്നൊരു പ്രകാശം വന്നു. അതുമാത്രമല്ല മുഴുവൻ അവിടെ തണുപ്പും കാര്യങ്ങളൊക്കെ എനിക്ക് അനുഭവപ്പെട്ടു എന്ന് പറയുകയാണ്. അതെൻ്റെ മകളായിരുന്നു. എനിക്ക് ഭയം കൊണ്ട് തന്നെ അവളുമായി കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളൊന്നും ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് ആ വെളിച്ചം പോവുകയാണ് ചെയ്തത് എന്ന് പറയുകയാണ്. പിന്നീട് എൻ്റെ മകളോട് എനിക്ക് സംസാരിക്കണം, അതൊക്കെ കൊണ്ട് തന്നെ ഞാൻ ധൈര്യം സംഭരിച്ചിട്ട് ആ റൂമിൽ തന്നെ ഞാൻ നിൽക്കുകയാണ്. നിന്നതിന് ശേഷം ഇന്ന് അവിടെ ഇതേപോലെ തന്നെ വെളിച്ചം പ്രകാശം വരികയും പിന്നീട് അവിടെ തണുപ്പും കാര്യങ്ങളെല്ലാം വന്നു. അതെൻ്റെ മകൾ എൽബയായിരുന്നു. എൻ്റെ മകൾ എൽബ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ വിചാരിക്കുന്നോട്ട് എറാമസ് എന്ന് പറയുന്ന എൻ്റെ ഭർത്താവ് ഒരിക്കലും നല്ല ഒരാൾ അല്ല എന്ന് പറയുകയാണ്. എൻ്റെ ഭർത്താവ് എന്നെ കഴുത്ത് നെരിച്ചിട്ടാണ് കൊന്നത് എന്ന് പറയുകയാണ്. കഴുത്ത് നെരിച്ച് ശ്വാസം മുട്ടിച്ചിട്ടാണ് എന്നെ കൊലപാതകം ചെയ്തത്. അതുമാത്രമല്ല വീട്ടിൽ നിന്ന് ചെറിയ വഴക്കും കാര്യങ്ങളും ഉണ്ടാകുമ്പോൾ എന്നെ ഇവൻ ആക്രമിക്കാറുണ്ടായിരുന്നു എന്ന് പറയുകയായിരുന്നു. ഇത് നേരെ പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞപ്പോൾ പോലീസുകാർക്ക് ഈ കാര്യങ്ങളൊന്നും വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ തന്നെ ചെക്കപ്പ് ചെയ്ത ഡോക്ടറിനെ വിളിച്ചിട്ടുള്ള കാര്യങ്ങൾ മുഴുവൻ ചോദിക്കുകയാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, അന്ന് ഫുള്ള് ചെക്ക് ചെയ്യുന്ന ടൈമിന് കഴുത്തിൽ
എറാമസിൻ്റെ അടുത്ത് എത്തിയപ്പോൾ എറാമസ് കഴുത്ത് പിടിച്ച് അവളെ കെട്ടിപ്പിടിച്ച് കരയുകയാണ് ചെയ്തത് എന്ന് പറയുകയാണ്. ഇവളെ പോസ്റ്റ്മോർട്ടം കാര്യങ്ങൾ ചെയ്യാത്തത് കൊണ്ട് തന്നെ ഇവളെ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ വേണ്ടി ഇവളെ അടക്കം ചെയ്തിടത്ത് നിന്നും ബോഡി എടുക്കുകയാണ്. ബോഡി എടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോഴാണ് ഈ കാര്യങ്ങൾ മുഴുവൻ സത്യമായിരുന്നു എന്ന് മനസ്സിലായത്. അതായത് ഇവളെ കഴുത്ത് നെരിച്ച് ശ്വാസം മുട്ടിച്ചിട്ടാണ് ഇവളെ കൊലപാതകം ചെയ്തത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ എറാമസിനെ പോലീസുകാർ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. പിന്നീട് അറസ്റ്റ് ചെയ്തിട്ട് 3 വർഷം തടവായപ്പോൾ തന്നെ 3ാമത്തെ വർഷം ഇവൻ അവിടെ മരണപ്പെടുകയാണ് ചെയ്തത്. ജയിലിൽ വെച്ച് മരണപ്പെടുകയാണ് ചെയ്തത്. ഈ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ എൽബയുടെ അമ്മയായ മേരി ഈ കാര്യങ്ങളെല്ലാം ഒരു ഊഹാബോധത്തിൽ ഇട്ട് പറഞ്ഞതാണ്. കേസ് റീ ഓപ്പൺ ചെയ്തിട്ട് ഇവളെ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ വേണ്ടി പറഞ്ഞതാണ് എന്ന് പറയുന്നുണ്ട്. അതുമാത്രമല്ല ഇവളുടെ മകൾ നേരെ മാറ്റി ഇവളുടെ അടുത്തുള്ള കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞതാണ് എന്നും ഒരു കോൺസ്പിറസീസ് പരക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതിലും നല്ല വീഡിയോയുമായി വരാമെന്ന പ്രതീക്ഷയോടെ സൈനിങ് ഓഫ്. ഇറ്റ്സ് മീ അഫ്രോ.